السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. الجواب ഗ്രൂപ്പിലെ അഭിവന്ദരായ ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സിലാണ് നമ്മൾ. അല്ലാഹു തആല അഫ്സൽ ഇമാം റളിയല്ലാഹു അൻഹുവിനും അതേപോലെ നമ്മുടെ മറ്റെല്ലാ മുസന്നിഫുമാർ, ശുറാഹുകൾ, ഹാഷിയകൾ നിർവഹിച്ചിട്ടുള്ളവർ, എല്ലാ മഹാന്മാർക്കും, നമ്മുടെ ഉസ്താദുമാർ, മശായിഖുമാർ, മാതാപിതാക്കൾ, ഇൽമിന്റെ പഠനത്തിൽ അതേപോലെ പഠിപ്പിക്കുന്നതിലൊക്കെ നമുക്ക് സഹകാരികളായിട്ടുള്ളവർ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ തൊട്ടെല്ലാം നല്ല പ്രതിഫലം അവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ മദതും സഹായവും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർക്കത്തുണ്ട് അല്ലാഹു നമ്മളെ നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, ഇൽമു പഠിക്കൽ എല്ലാ വിശ്വാസിക്കും നിർബന്ധമാണ് എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പരിധിയിൽ വരുന്ന വിജ്ഞാനം ഏതാണ് എന്ന ചർച്ചയും അതിൽ നിന്ന് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരേണ്ട വിജ്ഞാനങ്ങൾ ഉണ്ടെന്നും അതിന്റെ ചില ഉദാഹരണങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ചിലത് ഉപേക്ഷിക്കലുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പഠനങ്ങൾ ഉണ്ടാകും. വഅമ്മത്തുറൂഖ്, തർക്ക് ചെയ്യേണ്ട, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഫയജിബു തഅല്ലുമു ഇൽമി ദാലിക, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കൽ അത് നിർബന്ധമാകും. ബിഹസബി മാ യതജദ്ദദു മിനൽ ഹാൽ, പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച്. വദാലിക യഖ്തലിഫു ബിഹാലി ശഖ്സി, അത് വ്യക്തിയുടെ അവസ്ഥാന്തരമനുസരിച്ച് അതിനും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാവുക. ഇത് കാരണം ലാ യജിബു അലൽ അബ്കമി, സംസാരശേഷി ഇല്ലാത്ത ആൾക്ക് നിർബന്ധമില്ല തഅല്ലുമു മാ യഹ്റുമു മിനൽ കലാം, സംസാരിക്കൽ ഹറാമാകുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കൽ. ഇന്ന കാര്യം സംസാരിച്ചാൽ അത് ഹറാമാകും, അപ്പൊ ആ സംസാരിക്കൽ ഹറാമാകുന്ന സംഗതികൾ എന്തൊക്കെ എന്ന് സംസാരശേഷിയില്ലാത്ത ആള് പഠിക്കേണ്ടതില്ല. കാരണം എന്താ, ഓന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലാണ് എന്തൊക്കെയാണ് അതിൽ സൂക്ഷിക്കേണ്ടത് എന്ന് പഠിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. അതാണ് ആളുകളുടെ അവസ്ഥ അനുസരിച്ച് ആ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിന്റെ നിയമം വ്യത്യസ്തമാകും. വലാ അലൽ അഅ്മ, അന്ധനായ കണ്ണു കാണാത്ത ആളുടെ മേലിൽ നിർബന്ധമില്ല തഅല്ലുമു മാ യഹ്റുമു മിനൻ നളരി, നോക്കൽ ഹറാമാകുന്ന സംഗതികൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കൽ നിർബന്ധമില്ല. വലാ അലൽ ബദവി, കാട്ടിൽ താമസിക്കുന്നയാൾക്ക് നിർബന്ധമില്ല തഅല്ലുമു മാ യഹ്റുമുൽ ജുലൂസു ഫീഹി മിനൽ മസാക്കിൻ, വീടുകളിൽ നിന്ന് ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കേണ്ടതില്ല. കാരണം വീടുകളുമായി അയാൾക്ക് യാതൊരു ബന്ധമല്ല, അയാൾ കാട്ടിലാണ് ഫുൾ ടൈം. അതേപോലെ കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കൽ ഹറാമായത് എന്തിലേക്കൊക്കെയാണ് എന്ന മസല അയാൾ പഠിച്ചോളണമെന്നില്ല. അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും നോക്കൽ ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരേണ്ട യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഫദാലിക അയ്ളൻ വാജിബുൻ, അപ്പോൾ ഈ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അത് നിർബന്ധമാകും. ബിഹസബി മാ യഖ്തദിഹിൽ ഹാലു, സാഹചര്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആണ് അത് നിർബന്ധമാവുക. അപ്പൊ ഫമാ യഅലമു, ഒരാൾക്ക് അറിയാം, അന്നഹു യംഫഖു അൻഹു, അത് അവനിൽ നിന്ന് എന്തായാലും അകന്നു നിൽക്കും, എനിക്ക് അത്തരമൊരു സംഗതിയായിട്ട് എനിക്ക് ബന്ധപ്പെടേണ്ടി വരില്ല എന്നൊരാൾക്ക് അറിയാവുന്ന ഒരു സംഗതി. ലാ യജിബു തഅല്ലുമുഹു, അത് പഠിക്കലുമൊക്കെ നിർബന്ധമല്ല. ഒരു വിരോധിക്കപ്പെട്ട സംഗതിയാണ്, ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. പക്ഷെ ആ ഒഴിവാക്കാൻ നിർദ്ദേശമുള്ള ആ കാര്യം അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന കണ്ടീഷനിലാണ് അവന്റെ സാഹചര്യമെങ്കിൽ അവൻ ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചോളണമെന്നില്ല. ഒമാഹുവ മുലാബിസുൽ ലഹു, അതേ സമയത്ത്
അത്തരമൊരു കാര്യത്തുമായി ബന്ധപ്പെടുന്ന ഒരാള് യജിബു തംബീഹുഹു അലൈഹി, അവനത് ഉണർത്തി കൊടുക്കൽ നിർബന്ധാണ്. അവൻ ആ കാര്യം ഉണർത്തിക്കൊടുത്തില്ലെങ്കിൽ അവൻ അതുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. അതാണെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. എന്നാൽ അത് ഒഴിവാക്കേണ്ടതാണെന്ന് അയാൾക്ക് ഉണർത്തി കൊടുക്കണം. ആ തെറ്റുകളുമായി ബന്ധപ്പെട്ട് അയാൾ ബന്ധപ്പെടാൻ സാധ്യതയുള്ള എന്നാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യത്തിന്റെ ഉദാഹരണം കമാലു കാന ഇൻദൽ ഇസ്ലാമി, ഒരാൾ മുസ്ലിം ആകുമ്പോൾ അവനാവുക ലാബിസല്ലിൽ ഹരീരി, പട്ടുവസ്ത്രം ധരിച്ചവനാവുക. ആ ഒരു ഉദാഹരണം നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എടുക്കാം. ഔ ജാലിസൻ ഫിൽ ഖസ്ബി, അല്ലെങ്കിൽ പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിൽ അവൻ ഇരിക്കുക. ഔ നാദറൻ ഇലാ ഗൈരി ദി മഹ്റമിൻ, വിവാഹബന്ധം ഹറാമല്ലാത്ത അഥവാ കാണൽ അനുവദനീയമല്ലാത്ത ആളുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. എന്നാൽ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഫയജിബു താരീഫുഹു ബിദാലിക, അത് സംബന്ധമായി അവന് അറിവ് കൊടുക്കൽ നിർബന്ധമാണ്. നീ ഇപ്പൊ പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ലാത്തവനാണ്. അപ്പൊ കാരണം അവൻ ഒഴിവാക്കേണ്ട ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒഴിവാക്കേണ്ട ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം നൽകണം, അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ കൊടുക്കണം. എന്നാൽ വമാ ലൈസ മുലാബിസൻ ലഹു, ഒരാൾ അവൻ ആ ഒഴിവാക്കേണ്ട സംഗതിയായിട്ട് ഇപ്പൊ ബന്ധമൊന്നുമില്ല, പക്ഷെ വലാകിന്നഹു ബിസദദി തഅറുദി ലഹു അലൽ ഖുർബി, സമീപ ഭാവിയിൽ തന്നെ അത്തരമൊരു സംഗതിയിലേക്ക് അവൻ എത്തിപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ അവൻ അങ്ങനെ ചെയ്യണമെന്നില്ല, ഒഴിവാക്കേണ്ട കാര്യങ്ങളൊന്നും അവൻ ചെയ്യണില്ല. പക്ഷെ പതുക്കെ താമസം വിന അവൻ ആ ഒഴിവാക്കേണ്ട സംഗതികൾ ചെയ്യാവുന്ന പരുവത്തിലേക്ക് സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതുപോലെ കല്ലക്കലി വശുർബി, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക പോലെ. അപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിക്കണമെന്നില്ല, പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അവൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോവുകയാണ്. എന്നാൽ കുടിക്കൽ ഹറാമായത് ഏതൊക്കെയാണ്, കഴിക്കൽ ഹറാമായത് ഏതൊക്കെയാണ് എന്നയാൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കി കൊടുക്കണം. ഫയജിബു തഅലീമുഹു, അപ്പോൾ അവന് ഇപ്പൊ അവൻ അതിലൊരു ബന്ധമില്ലെങ്കിലും അടുത്തന്നെ ബന്ധപ്പെടാൻ പോകുന്നുണ്ട് എന്ന് വരുമ്പോൾ ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാകും. ഹത്താ ഇദാ കാന ഫീ ബലദിൻ യതആതാ ഫീഹി ശുർബുൽ ഖംരി, അപ്പൊ അവനൊരു നാട്ടിലാണ്, ഉദാഹരണം പറയാം, ആ നാട്ടിൽ മദ്യപാനം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യതആതാ ഫീഹി ശുർബുൽ ഖംരി, മദ്യം കുടിക്കുക എന്നത് ആ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു നാട്ടിലാണ് അവൻ എത്തിപ്പെട്ടത്. അതേപോലെ വാക്കലു ലഹ്മിൽ ഖൻസീർ, പന്നിമാംസം കഴിക്കലും അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഒരാൾ എത്തിപ്പെട്ടു, അവനവിടെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ഫയജിബു തഅലീമുഹു ദാലിക, ഇതവർ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇവിടെ കള്ളു കുടിക്കലുണ്ട് പല ആൾക്കാരും. അപ്പൊ കുടിക്കാൻ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് മദ്യമാകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം, കാരണം മദ്യം കുടിക്കൽ ഹറാമാണ്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പന്നിമാംസം കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പന്നിമാംസം അല്ല കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം, കാരണം പന്നിമാംസം കഴിക്കൽ ഹറാമാണ് എന്നയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വതൻബീഹുഹു അലൈഹി, അയാൾക്ക് ഉണർത്തി കൊടുക്കുകയും ചെയ്യണം. വമാ വജബ തഅലീമുഹു, പഠിപ്പിച്ചു കൊടുക്കൽ മറ്റുള്ളവർക്ക് നിർബന്ധമാകുന്ന സംഗതി വജബ അലൈഹി തഅല്ലുമുഹു, അത് പഠിക്കൽ ഈ മനുഷ്യന് നിർബന്ധമാണ്. പഠിപ്പിച്ചു കൊടുക്കൽ മറ്റുള്ളവർക്ക് നിർബന്ധമായ സംഗതി പഠിക്കുക എന്നത് ഇയാൾക്കും നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ അപ്പോ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫർളു കാര്യങ്ങൾ പഠിക്കൽ എന്ന ഫർളു ഐൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇൽമിലെ ഫർളു ഐനായിട്ടുള്ള സംഗതികൾ എന്ന് പറയുന്നത് അത്തരമൊരു ഉപേക്ഷിക്കേണ്ട ഒരു കാര്യവുമായി ബന്ധപ്പെടാനുള്ള അവസരം ഇവനുണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. അപ്പൊ ഒരാൾക്ക് തീരെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യവും ഓനില്ല. അങ്ങനത്തെ ഒരാൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊള്ളുന്നില്ല. ഒരാളിപ്പോ കാണൽ ഹറാമായ സംഗതികൾ, കണ്ണ് കാണാത്ത ഒരാളാണെങ്കിൽ കാണൽ ഹറാമായ സംഗതികൾ ഇന്നതൊക്കെയാണ്, ഇന്ന ആളുകളൊക്കെ കാണാൻ പാടില്ല എന്നെന്ത് ചെയ്യേണ്ടതില്ല, ഓൻ പഠിക്കേണ്ടതില്ല. കാരണം എന്താ? അത് പഠിച്ചാലും ഇല്ലെങ്കിലും ഓനാരെയും കാണുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾ, അതേപോലെ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് സംസാരശേഷി ഇല്ലാത്ത ഒരാൾ പഠിക്കേണ്ടതില്ല. അപ്പൊ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ആ വിഷയത്തിൽ അരുതായ്മകൾ വരാനുള്ള സാധ്യതയുള്ളിടത്താണ്
അത് പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അത്തരം സാധ്യത ഉണ്ടെങ്കിലോ, സാധ്യത ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അത് പഠിപ്പിക്കൽ അവനുമായി ബന്ധപ്പെട്ട പരിസരത്തിലുള്ളവർക്കും നിർബന്ധമായി വരുന്ന സംഗതിയാണ്. ഇതാണ് ഉപേക്ഷിക്കലുമായി ബന്ധപ്പെട്ട ഇൽമുമായി ഉള്ള ഫർള് ഐനിന്റെ നിയമം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ, ആ അറിവുകളിൽ നിന്ന് നിർബന്ധമാകുന്ന അമൽ ഇഅ്തിഖാദാത്തു, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വഅമാലുൽ ഖുലൂബി, അതേപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ, ഫയജിബു ഇൽമുഹാ, ആ ഇൽമു പഠിക്കൽ നിർബന്ധമാകും ബിഹസബിൽ ഖവാത്തിരി, അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന കാര്യങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് അത്തരം കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാവുക. അപ്പൊ ഫൈൻ ഖതറ ലഹു ശക്കുൻ ഫിൽ മആനി അല്ലത്തി തദുല്ലു അലൈഹ കലിമത്ത് ഷഹാദ, ഷഹാദത്ത് കലിമയിൽ നിന്നുള്ള രണ്ട് കലിമത്തുകൾ അറിയിക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട വല്ല സംശയവും ഇവന്റെ മനസ്സിലേക്ക് ഉദിച്ചു വരുന്നുണ്ടെങ്കിൽ, ഒരാളിപ്പോ മുസ്ലിമായി, ആ മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിലേക്ക് ഷഹാദത്ത് കലിമയുടെ അർത്ഥവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം കടന്നു വന്നു നോക്കുക, എന്നാൽ ഫയജിബു അലൈഹി തഅല്ലുമുമായി യുതവസ്സലു ബിഹി ഇലാ ഇസാലത്തി ശക്കി, ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായ അത്രയും അളവിലുള്ള പഠനം അവന് ആ സമയത്ത് നിർബന്ധമാകുന്നതാണ്. അതേസമയത്ത് ഫൈലം യഖ്തുർ ലഹു ദാലിക, അങ്ങനത്തെ ഒരു സംശയം അവന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല, വമാത ഖബല യഅ്തഖിദ അവൻ അന്ന കലാം അല്ലാഹു സുബ്ഹാനഹു ഖദീമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ഖദീമാണ്, അനാദ്യമാണ്, അഥവാ ഉണ്ടാവലിന് തുടക്കമില്ലാത്ത സ്ഥിതിയിലാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് അവൻ മരിച്ചുപോയി. അവന്റെ മനസ്സിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ അന്നഹു മർഇയ്യുൻ, അല്ലാഹു കാണാൻ സാധിക്കുന്ന ശക്തിയാണ് പരലോകത്ത് വിശ്വാസികൾക്ക് എന്ന കാര്യത്തിൽ ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, അവൻ വിശ്വസിച്ചിട്ടില്ല അല്ലാഹുവിനെ കാണാൻ കഴിയുമെന്ന് പരലോകത്ത്. അതേപോലെ അന്നഹു ലൈസ മഹല്ലൻ ലിൽ ഹവാദിസി, അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ പുതിയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടവനല്ല എന്ന വിശ്വാസത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, അവന്റെ മനസ്സ് തെളിഞ്ഞിട്ടില്ല. അങ്ങനെ ഇലാ ഗൈരി ദാലിക മിമ്മാ യുദ്കറു ഫിൽ മുഅ്തഖദാത്തി, വിശ്വസിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശന വിധേയമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സംബന്ധമായിട്ട് അവന്റെ മനസ്സിലേക്ക് യാതൊരു സംശയവും കടന്നു വന്നിട്ടില്ല. എന്നാൽ അതിനു മുമ്പ് അവനങ്ങ് മരിച്ചുപോയാൽ ഫഖദ് മാറ്റാനൽ ഇസ്ലാം ഇജ്മാഅൻ, മുസ്ലിം ലോകത്തെ തർക്കല്ല, അവൻ മുസ്ലിമായി തന്നെയാണ് മരിച്ചിട്ടുള്ളത് എന്ന്. എന്നാൽ ഇവിടെ ഈ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവന്റെ മനസ്സിലേക്ക് സംശയങ്ങൾ വല്ലതും കടന്നു വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായ പഠനം നിർബന്ധമാണ്. ഇനി സംശയങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല, അതേസമയത്ത് വിശ്വാസ കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് പണ്ഡിതന്മാർ നിഷ്കർഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് സാഹചര്യത്തിന്റെ അവസ്ഥക്കനുസരിച്ച് എന്താക്കും, അവൻ പഠിക്കൽ നിർബന്ധമാവുകയും ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. വലാകിൻ ഹാദിഹിൽ ഖവാത്തിറുൽ മൂജിബത്തുൽ ഇഅ്തിഖാദാത്തി ബഅ്ദുഹാ യഖ്തുറു ബിത്തബഈ, എന്നാൽ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറി വരുന്ന വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകൾ, ആ ചിന്തകൾ ബഅ്ദുഹാ യഖ്തുറു ബിത്തബഈ, ചിലത് പ്രകൃതിപരമായി തന്നെ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. വബഅ്ദുഹാ യഖ്തുറു ബിസ്സമാഇ മിൻ അഹ്ലിൽ ബലദി, ചിലത് നാട്ടുകാരിൽ നിന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മനസ്സിലേക്ക് വരും. അപ്പൊ ഫൈൻ കാന ഫീ ബലദിൻ, സംശയങ്ങളൊക്കെ ഫൈൻ കാന ഫീ ബലദിൻ, അപ്പൊ അവൻ ഒരു നാട്ടിലാണെങ്കിൽ ശാഅ ഫീഹിൽ കലാമു, അവിടെ വിശ്വാസശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംസാരം വ്യാപകമാണ്. വതനാതഖന്നാസു ബിൽ ബിദഅി, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പുത്തൻവാദവുമായുള്ള സംസാരങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസ കാര്യങ്ങളുടെ ശരിയായ നിലപാടിന് നിരക്കാത്ത തെറ്റായ വിശ്വാസങ്ങളും അതേപോലെ ചിന്താഗതികളും ജനങ്ങൾ സംസാരിക്കുകയും അത് മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശത്താണ് അവൻ ഉള്ളത് എങ്കിൽ അവൻ പ്രായപൂർത്തിയാകുന്നതിന്റെ ആദ്യത്തിൽ തന്നെ അവൻ സംരക്ഷിക്കപ്പെടണം. അൻഹ, അത്തരം സംശയങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരുന്നതിനെ തൊട്ട്. എങ്ങനെ? ബിതൽഖീനിൽ ഹഖ്, സത്യമായിട്ടുള്ള ആശയം അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട്. കാരണം ഫഇന്നഹു ലൗ ഉൽഖിയ ഇലൈഹിൽ ബാത്തിലു, അവന്റെ മനസ്സിലേക്ക് ഈ തെറ്റായ ആശയം ഇട്ടുകൊടുക്കപ്പെട്ടാൽ ലവജബത ഇസാലത്തുഹു അൻ ഖൽബിഹി, അവന്റെ മനസ്സിൽ തെറ്റായ വിശ്വാസം
നീക്കം ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ അത് മനസ്സിലേക്ക് കയറിപ്പോയാൽ അത് നീക്കം ചെയ്യൽ എന്നത് വളരെ പ്രയാസകരമാകും. അപ്പൊ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന നാട്ടിൽ വിശ്വാസത്തിന് അള്ളുവെക്കാനുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന കുറെ ആളുകളുള്ളൊരു പ്രദേശമാണ്. അത്തരം ചർച്ചകൾ അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ അത്തരം സംഗതികളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ അവന്റെ മനസ്സിൽ കൊടുക്കണം. കാരണം തെറ്റായ ചിന്താഗതികൾ അവന്റെ മനസ്സിലേക്ക് ഏതെങ്കിലും പുത്തൻവാദി ഇട്ടുകൊടുത്തിട്ട് അതവൻ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ ഫലം ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ആ രോഗം വരാതെ സംരക്ഷിക്കാനാണ് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എന്നർത്ഥം. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ വഹാബിസം തെറ്റായ കുറെ വിശ്വാസകാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് തെറ്റായ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ ആ പ്രചരണങ്ങളൊക്കെ ഇവൻ കേൾക്കാനുള്ള സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായൊരു നിലപാട് ആദ്യത്തിൽ തന്നെ അവന് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇത് കയറി വന്നിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഗണ്ണന പ്രസംഗം നടത്തുക, ഗണ്ണന പ്രസംഗം പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ തർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നൊന്നും എന്ത് ചെയ്യരുത്, അവിടെ യുക്തിവാദം പറയരുത് എന്നാണ് ഗസാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ഏതുപോലെ കമാ അന്നഹു ലൗകാന ഹാദൽ മുസ്ലിമു താജിറൻ, ഈ മുസ്ലിമായ മനുഷ്യൻ ഒരു കച്ചവടക്കാരനാണെന്ന് സങ്കല്പിച്ചോളൂ. വഖദ് ശാഅ ഫിൽ ബലദി, നാട്ടിലാണെങ്കിൽ വ്യാപകമായി നടക്കുന്നുണ്ട് മുആമലത്തുർ റിബ, എന്ത് പലിശ ഇടപാടുകൾ. ഒരാൾ ഒരു കച്ചവടക്കാരൻ മുസ്ലിമായി, ആ മുസ്ലിമായ കച്ചവടക്കാരൻ അദ്ദേഹം കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് പലിശ ഇടപാടുകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വജബ അലൈഹി, അവന്റെ മേലിൽ നിർബന്ധമാണ് തഅല്ലുമുൽ ഹദരി മിനർ റിബ, പലിശയെ തൊട്ട് ജാഗ്രത പുലർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. വഹാദാ ഹുവൽ ഹഖ്ഖു ഫിൽ ഇൽമി അല്ലദീ ഹുവ ഫർളു ഐനിൻ, പഠിക്കൽ വ്യക്തിപരമായി നിർബന്ധമാണെന്ന് പറഞ്ഞ ഇൽമിനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ നിലപാടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. മഅനാഹു, അതിന്റെ അർത്ഥം അൽ ഇൽമു ബി കൈഫിയത്തിൽ അമലിൽ വാജിബി, നിർബന്ധമായ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നത് സംബന്ധമായിട്ടുള്ള അറിവ് ഉണ്ടാക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അപ്പൊ തലബുൽ ഇൽമി ഫരീള, ഇൽമു പഠിക്കൽ നിർബന്ധമാണ് ഓരോ മുസ്ലിമിനും എന്ന് പറഞ്ഞ വൈയക്തികമായി ബാധ്യതയായി വരുന്ന ഫർള് ഐനായ വിജ്ഞാനം. ആ വിജ്ഞാനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. എല്ലാ വിജ്ഞാനങ്ങളും എല്ലാവർക്കും പഠിക്കൽ നിർബന്ധമില്ല. മറിച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, നേരത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളിപ്പോ നിസ്കാരം നിർബന്ധമായാൽ അയാൾക്ക് എന്ത് ചെയ്യണം? നിസ്കാരത്തിന്റെ ഷർത്തും ഫർളുകളും അത് ബാത്തിലാണ് കാര്യങ്ങളൊക്കെ പഠിക്കൽ അപ്പ നിർബന്ധമാകും. അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് സംശയങ്ങൾ വല്ലതുപോലെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ നേരത്തെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം. അയാളുടെ മനസ്സിലേക്ക് ഒരു സംശയത്തിന്റെ സാഹചര്യം ഉണ്ടായതിനു ശേഷം അത് തിരുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഫലം ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് ആ സംശയം വരാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ നൽകണം. അതുപോലെ ഒരു ഇടപാട് നടത്തുന്ന കച്ചവടക്കാരനാണെങ്കിൽ ഹറാമായ കച്ചവടം ആ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിൽ അത്തരം ഹറാമായ കച്ചവടങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം അദ്ദേഹത്തിന് നൽകണം. ഇതൊക്കെയാണ് നിർബന്ധമായ, പ്രവർത്തിക്കൽ നിർബന്ധമുള്ളതോ അല്ലെങ്കിൽ ഒഴിവാക്കൽ നിർബന്ധമുള്ളതോ അല്ലെങ്കിൽ വിശ്വസിക്കൽ നിർബന്ധമുള്ളതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൽമു എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഫമൻ അലിമൽ ഇൽമൽ വാജിബ, അപ്പൊ നിർബന്ധമായ ഒരു അറിവ് ഒരാൾക്ക് ലഭിച്ചു, അതൊക്കെ മനസ്സിലാക്കിയവൻ. അപ്പൊ വക്ത ഉജൂബിഹി, അതെപ്പോഴാ നിർബന്ധമാകുക എന്നുള്ളതിന്റെ സമയവും പഠിച്ചു. കാരണം എന്താ, എല്ലാവർക്കും എല്ലാ ഇൽമും എപ്പോഴും നിർബന്ധമാവില്ലല്ലോ. അങ്ങനെ വാജിബായ ഇൽമ എന്താണെന്നും അതെപ്പോഴാ പഠിക്കേണ്ടതെന്നും ഒരാൾ മനസ്സിലാക്കിയാൽ ഫഖദ് അലിമൽ ഇൽമൽ ലദീ ഹുവ ഫർളു ഐനിൻ, ഫർള് ഐനായ വ്യക്തിപരമായി പഠിക്കൽ നിർബന്ധമുള്ള അറിവ് അവൻ മനസ്സിലാക്കിയെന്ന് നമുക്ക് അവനെ കുറിച്ച് പറയാം. പഠിക്കൽ നിർബന്ധമുള്ള അറിവിന്റെ വിഷയത്തിൽ അവന് പോരായ്മകളില്ല എന്ന് വിലയിരുത്താം എന്നർത്ഥം. ഒമാ ദക്കറഹു സൂഫിയ്യത്തു, മഹാന്മാരായ ആധ്യാത്മിക ഗുരുക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മിൻ ഫഹ്മി ഖവാത്തിരിൽ അദുവി,
നമ്മുടെ ശത്രുവായിട്ടുള്ള പിശാച് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ദുശ്ചിന്തകളെ കുറിച്ചുള്ള അറിവുണ്ടാവണം. അതേപോലെ ലമ്മത്തിൽ മലക്കി, മലക്കിന്റെ ഉത്ബോധനത്തെ സംബന്ധിച്ചുള്ള ധാരണയും നമുക്കുണ്ടാവണം. അത് മനസ്സിലാക്കൽ നിർബന്ധമാണ്, അറിയൽ നിർബന്ധമാണ് എന്ന് തസവുഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടു സംഗതികൾ ആഭ്യന്തരമായി നമ്മുടെ മനസ്സിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലക്കിന്റെ ഉത്ബോധനവും പിശാചിന്റെ ദുർബോധനവും. ലമ്മത്തുൽ മലക്കി വലമ്മത്തു ശൈത്താൻ, പിശാചിന്റെ ദുർബോധനം അത് നിരന്തരം നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു നന്മയിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങാൻ ശ്രമിക്കുമ്പോഴും അതിനള്ളു വെക്കാനും പാരപണിയാനും പിശാച്, അല്ലെങ്കിൽ അത് പിന്നീടാക്കാം, നമുക്ക് പിന്നെ ചെയ്യാം, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോ കുറച്ചുകൂടി കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 10 സ്വലാത്ത് ചെല്ലാമെന്ന് വിചാരിക്കുമ്പോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെല്ലാം. ഇങ്ങനെ തസ്വീഫ്, പിന്നെ ചെയ്യാമെന്ന താമസിപ്പിക്കുന്ന ശൈലി, പിശാചിന്റെ ദുർബോധനം നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ നന്മയിലേക്ക് വളരെ പെട്ടെന്ന് മുന്നിട്ട് വരൂ എന്ന് പറയുന്ന മലക്കിന്റെ ഉത്ബോധനവും നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മലക്കിന്റെ ഉത്ബോധനത്തിന് പ്രാമുഖ്യം നൽകുന്നവർ നന്മയുടെ സഹയാത്രികരാവുകയും അതേസമയത്ത് പിശാചിന്റെ ദുർബോധനത്തിന് വശംവദനാവുന്നവർ തിന്മയുടെ ഉപാസകരായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോ എന്തൊക്കെയാണ് പിശാച് ആകുന്ന ശത്രു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ദുർബോധനങ്ങൾ എന്നും മലക്കിട്ട് തരുന്ന ഉത്ബോധനങ്ങൾ എന്നും അറിയുക എന്നത് അത് നിർബന്ധമുള്ള വിജ്ഞാനത്തിന്റെ ഭാഗമാണ് എന്ന് സൂഫിയാക്കളായ മഹാന്മാർ പറഞ്ഞത് ഹഖുൻ ഐളൻ, അതും ശരി തന്നെയാണ് എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു.